ഏറ്റുമുട്ടലിൽ 2 നക്സലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലൊരാൾ നിഷാദാണോ? നമസ്കാരം കൂട്ടുകാരെ, സസ്പെൻസും അപകടവും നിറഞ്ഞ 74-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ജീവൻ്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നന്ദൻ കൊല്ലപ്പെട്ടയാളിനെ തിരിച്ചറിയുമോ? അത് നിഷാദായിരിക്കുമോ? നമുക്ക് കേൾക്കാം. മറുതലയ്ക്കൽ ഫോൺ എടുത്തത് സുമേഷ് തന്നെയാണ്. അവർ തമ്മിൽ ഇതുവരെയും നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പേര് പറഞ്ഞ് പരിചയപ്പെടുത്തതിന് ശേഷം വിളിച്ചതിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നു രാവിലെ പുഞ്ചക്കൊല്ലി വനത്തിൽ വെച്ചുണ്ടായ ഏറ്റുമുട്ടലിൽ 2 നക്സലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടവരായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് വിവരം പറയണം എന്ന് മോഹനൻ സാർ പറഞ്ഞതനുസരിച്ച് വിളിച്ചതാണ് സുമേഷ്. മാത്രമല്ല, കൊല്ലപ്പെട്ടവരെ 2 പേരെയും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുമില്ല. തങ്ങൾ അന്വേഷിക്കുന്ന കേസിലെ പ്രതികൾ ആരെങ്കിലുമാണ് വെടികൊണ്ട് കൊല്ലപ്പെട്ടതെങ്കിൽ മുന്നോട്ടുള്ള അന്വേഷണം തന്നെ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. സംശയത്തിൻ്റെ മുനയിലുള്ള പ്രധാനപ്പെട്ട 3 പേരിൽ ഒരാൾ ഇപ്പോൾ തൻ്റെ മുൻപിൽ തന്നെ ഉണ്ട്. മറ്റൊരാൾ ബാംഗ്ലൂരിൽ രഞ്ജിത്തിൻ്റെയും മഹേന്ദ്രൻ്റെയും നിരീക്ഷണത്തിൽ ഉണ്ട്. ആരുടെയും നിരീക്ഷണമോ നോട്ടമോ ഒന്നുമില്ലാതെയുള്ളത് ഒരാൾ മാത്രമാണ്. നാളിതുവരെയും തങ്ങൾ കണ്ടിട്ടില്ലാത്ത നിഷാദ്. കൊല്ലപ്പെട്ടത് നിഷാദാണോ എന്ന് തിരിച്ചറിയാൻ താനോ ജോസ് മാത്യുവോ വിചാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ ആരാണ് വിചാരിക്കേണ്ടത്? അപ്പോഴല്ലേ ജീവന് തോന്നിയത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം തങ്ങളുടെ മുൻപിലിരിക്കുന്ന നന്ദൻ തന്നെയാണല്ലോ. അയാളുമായി വനത്തിൽ വരെ പോയാൽ തീർച്ചയായും നിഷാദ് ആ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ തിരിച്ചറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സാധ്യതയും കൂടി തെളിയുന്നുണ്ട്. നന്ദൻ പറഞ്ഞ പ്രകാരം ഇനിയുള്ള കൊലപാതകങ്ങൾ നടത്തേണ്ടയാൾ നിഷാദാണല്ലോ. നിഷാദ് കൊല്ലപ്പെട്ടാൽ ബാക്കിയുള്ളവരെ ചിലപ്പോൾ രക്ഷിക്കാനും കഴിഞ്ഞു എന്ന് വരാം. നന്ദനെ കൊണ്ടുപോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ല മാർഗം. മറ്റൊരു മാർഗത്തെക്കുറിച്ച് ആലോചിക്കാനും ഇല്ല, പെട്ടെന്നൊന്നും കിട്ടാനുമില്ല. ഇനി അതിനെപ്പറ്റി കൂടുതൽ ആലോചിക്കുന്നുമില്ല. മോഹനൻ സാറിനെ ഒന്ന് വിളിച്ചേക്കാം. സാറാണല്ലോ സുമേഷിന് തൻ്റെ നമ്പർ കൊടുത്തത്. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയാം. ജീവൻ ഉടൻ തന്നെ മോഹനൻ സാറിനെ വിളിച്ചു. സാറിൽ നിന്ന് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ ജീവന് ലഭിച്ചു. അടുത്ത നീക്കത്തിനായി ജോസ് മാത്യുവിനെ കൂടി അകത്തേക്ക് കൊണ്ടുവരണമെന്ന് ജീവൻ തീരുമാനിച്ചു. അതുകൊണ്ട് അയാൾ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. മുറിക്ക് പുറത്തേക്ക് ജീവൻ ജോസ് ഇറങ്ങിയത് കണ്ട ഉടനെ തന്നെ ജോസ് മാത്യു സ്ഥലത്തെത്തി. അവർ 2 പേരും കൂടിയാണ് നന്ദനോട് വിവരം പറഞ്ഞത്. ഇപ്പോൾ തന്നെ നിങ്ങളെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കസ്റ്റഡിയിലെടുക്കാം. എന്നാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. ഇടയ്ക്ക് എവിടെ നിന്നും രക്ഷപ്പെടാനൊന്നും പരിശ്രമിക്കരുത്. അത് പ്രത്യേകം പറഞ്ഞേക്കാം. പരിശ്രമിച്ചാൽ വെറുതെ കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ സാറേ, രക്ഷപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളാണ് വിളിക്കുന്നത് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഞാൻ വരുമായിരുന്നോ? അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ലേ? പക്ഷേ എന്നെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാത്തത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഉമ്മച്ചനെയും അയാളുടെ മകനെയും രക്ഷിക്കണം. അതിനുള്ള വഴി എന്തെങ്കിലും ലഭിക്കുമോ എന്നറിയാനല്ലേ എന്നെ ചോദ്യം ചെയ്തത്? അല്ലാതെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നും എന്നോടുള്ള അനുകമ്പ കൊണ്ടാണെന്ന്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ രക്ഷപ്പെട്ടിട്ടുണ്ടാവാനാണ് സാധ്യത. തണ്ടർ ബോൾട്ടുകാരുടെ തോക്കിന് ഇന്ന്
ഒന്ന് രണ്ട് ഇരകളെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നവരാരെങ്കിലും ആണോ എന്നറിയാനാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അതിനിടയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇത്ര നേരവും പല ചോദ്യങ്ങൾക്ക് മുൻപിലും യാതൊരുവിധ മനഃചാഞ്ചല്യവും പ്രകടിപ്പിക്കാതിരുന്ന നന്ദൻ ആ വാർത്ത കേട്ടപ്പോൾ അല്പം വിളറിയ മുഖത്തോടെയാണ് ജീവനോട് ചോദിച്ചത്, സാർ ഇപ്പോൾ പറഞ്ഞതെന്താണ്? രക്ഷപ്പെട്ടു എന്ന് പറയുകയും തോക്കിന് ഇരകളാവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ, അതും പറയുന്നത് നിങ്ങളാകുമ്പോൾ സംശയിക്കണമല്ലോ. അതിൻ്റെ അർത്ഥം അവരെ വെടിവെച്ച് കൊന്നുകളഞ്ഞു എന്നല്ലേ? കാട്ടിൽ വെച്ച് ആരെയും വെടിവെച്ച് കൊല്ലാമല്ലോ. എന്നിട്ട് അതൊരു ഏറ്റുമുട്ടലിൻ്റെ ഫലമാണെന്ന് പറയുകയും ചെയ്യും അല്ലേ? അതാരാണെന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ആദ്യ ലക്ഷ്യം. അതിന് നിങ്ങൾ ഞങ്ങളോടൊപ്പം വരണം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ കാര്യങ്ങൾക്ക് അത്രയും എളുപ്പമാകും. തണ്ടർ ബോൾട്ടുകാർക്ക് നേരിട്ടറിയാത്തയാളാണ്. അല്പം കർശനമായിട്ടാണ് ജീവൻ അത് പറഞ്ഞത്. നന്ദൻ അതിന് എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അതിൻ്റെ അർത്ഥം കൂടെ ചെല്ലുന്നതിന് വിരോധമില്ല എന്നാണല്ലോ. നിർബന്ധിച്ചു കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലത് മനസ്സോടെ കൂടെ വരുന്നതാണല്ലോ. അവിടെ നിന്നും കൽപ്പറ്റയിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യത്തിൻ്റെ സൂചന നൽകി. അവിടെ നിന്നും കിട്ടിയ വാഹനത്തിൽ അവർ 3 പേരും കൂടി സുമേഷ് വിളിച്ചു പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ആനമറി എന്ന സ്ഥലം വരെ യാത്ര സുഖകരമാണ്. സുഖകരമെന്ന് പറഞ്ഞാൽ അധികം കുണ്ടും കുഴികളും ഒന്നും ചാടേണ്ട എന്നർത്ഥം. കാട്ടുമൃഗശല്യവും അങ്ങനെയൊന്നും ഉണ്ടാകാറില്ല. വനത്തിലൂടെ കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ടെങ്കിൽ പോലും റോഡ് സാധാരണ പോലെയുള്ളതാണ്. ടാറിംഗ് റോഡിലൂടെ പോകുന്ന സുഖമൊന്നും ഉണ്ടാവുകയില്ല. എങ്കിലും അപകട സാധ്യതയും കുറവാണ്. അവരോടൊപ്പം വന്ന പോലീസ് ഡ്രൈവറും അവിടെ വരെ മാത്രമേ വണ്ടി ഓടിച്ചു പോയിട്ടുള്ളൂ. അതിനുശേഷം ഉള്ളിലേക്ക് ഒരു പാത ഉണ്ടെന്നറിയാം, അല്ലാതെ അതിലെ ഇതുവരെ പോയിട്ടില്ല. കാര്യമില്ലാതെ അതിലേ പോകാൻ കൊള്ളുന്നതല്ല. വിനോദയാത്രയ്ക്കും പറ്റിയതല്ല. അതിനു മാത്രം കൊള്ളാവുന്ന സ്ഥലങ്ങളൊന്നും അതിനുള്ളിലില്ല. പിന്നെ വെറുതെ അപകടത്തിൽ കൊണ്ടുപോയി തലയിടേണ്ട കാര്യമില്ലല്ലോ. വെറുതെ പോകാൻ കൊള്ളാവുന്ന പാതയല്ല എന്ന് പറയുന്നത് ചുമ്മാതെയല്ല. ഏത് സമയവും ആനയുടെ ആക്രമണം ഉണ്ടാകാവുന്ന പാതയാണത്. ആനകളുടെ സ്വൈര്യവിഹാര കേന്ദ്രമാണ് അവിടം. ആനമറിയിൽ നിന്നും പുഞ്ചക്കൊല്ലിക്കടവ് വരെയുള്ള 3 കിലോമീറ്റർ ദൂരം കടന്നു കിട്ടാൻ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ്. ജീവൻ വാരി കയ്യിൽ പിടിച്ചിട്ട് വേണ്ടി വരും അതുവഴി പോകാൻ. ഏതു സമയവും എന്ത് അപകടം വേണമെങ്കിലും ഉണ്ടാകാം. ആന മാത്രമല്ല, വേറെയും ആക്രമണകാരികളുണ്ടല്ലോ വനത്തിൽ. അങ്ങനെയുള്ള സ്ഥലത്ത് വനത്തിൽ തന്നെ ജീവിക്കുകയും വനവാസികളായി തന്നെ കഴിയുകയും ചെയ്യുന്നവരുടെ കാര്യം തികച്ചും അതിശയമല്ലേ? പക്ഷേ അവരെല്ലാം അവരുടെ കാഴ്ചപ്പാടിൽ മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ത്യാഗമൊക്കെ സഹിക്കുന്നത് എന്ന് വേണം കരുതാൻ. അവർക്കത് സാധ്യമാകുമോ എന്നത് മാത്രമേ സംശയത്തിന് ഇടയുള്ളൂ. സമീപകാലത്ത് പോലും ആ പാതയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പല ആദിവാസികൾക്കും ജീവൻ നഷ്ടപ്പെട്ടതാണ്. ആ വഴിക്ക് വേണം വണ്ടിയുമായി പോകാൻ. പിന്നെ എങ്ങനെ ഭയം തോന്നാതിരിക്കും? പോലീസ് ഡ്രൈവർക്കും അല്പം മടിയുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അയാളും മനുഷ്യനാണല്ലോ. അയാൾ പോയാൽ അയാളുടെ കുടുംബത്തിനു പോയി എന്നല്ലാതെ ബാക്കി ആർക്കും ഒരു നഷ്ടവുമില്ലല്ലോ. ആനമറി കഴിഞ്ഞു. അവർ വനത്തിലെ പാതയിലേക്ക് പ്രവേശിച്ചു. കാട്ടാനയുടെ സാന്നിധ്യം പെട്ടെന്ന് മനസ്സിലാവാൻ റോഡിൻ്റെ 2 വശങ്ങളും കുറച്ചപ്പുറം വരെ തെളിച്ചിട്ടുണ്ട്.
അവിടം കഴിഞ്ഞാൽ പിന്നെ നിബിഡമായ വനമാണ്. അത് അവിടെ മുതൽ അങ്ങോട്ട് പിന്നെ അങ്ങനെ തന്നെയാണെന്നാണ് പോലീസ് ഡ്രൈവർ അവരോട് പറഞ്ഞത്. പുന്നപ്പുഴയുടെ ഒരു കടവാണ് പുഞ്ചക്കൊല്ലി. അതിന് സമീപത്താണ് ആദിവാസി ഗോത്രവർഗക്കാരുടെ താമസ സ്ഥലങ്ങളായ അളയ്ക്കൽ നഗറും പുഞ്ചക്കൊല്ലി നഗറും. ആ രണ്ട് സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് അവിടുത്തെ വനത്തിനുള്ളിൽ താമസിക്കുന്ന നക്സലുകൾ പ്രവർത്തിക്കുന്നതും അവരിലൂടെ ആയിരിക്കും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിക്കുന്നതും. അതിൽ പുഞ്ചക്കൊല്ലി നഗറിൽ നിന്നും ആരും നക്സലുകളുടെ സാന്നിധ്യം പുറത്തേക്ക് അറിയിക്കില്ല. അവിടെ ഒരു ചാരനെ ലഭിക്കാൻ പഠിച്ച പണി 18 നോക്കിയിട്ടും തണ്ടർബോൾട്ടുകാർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അളയ്ക്കൽ നഗറിൽ നിന്നും അടുത്ത കാലത്ത് അവരുടെ ചാരവേലകൾക്കായി 1-2 പേരെ സംഘടിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ചില്ലറ ഭീഷണി വേണ്ടി വന്നു. അവരിലൂടെ നക്സലുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായതായി തണ്ടർബോൾട്ടിന് അറിവ് കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ വനമേഖല വ്യാപകമായ തിരച്ചിലിന് വിധേയമാക്കിയത്. ആ തിരച്ചിലിനിടയിലായിരിക്കണം 2 പേർ കൊല്ലപ്പെടാനിടയായ ഏറ്റുമുട്ടൽ നടന്നത്. ഏറ്റുമുട്ടലിൽ തണ്ടർബോൾട്ടിലെ അംഗങ്ങൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം അറിയാനിരിക്കുന്നതേയുള്ളൂ. കൊലയാളി എന്ന നോവലിൻ്റെ 74-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. പുഞ്ചക്കൊല്ലിയിൽ ജീവൻ ജോസിനും സംഘത്തിനും കണ്ടെത്താൻ കഴിയുന്നത് ആരെയാണ്? നിഷാദ് ജീവനോടെ ഉണ്ടോ അതോ മറ്റൊരു സത്യമാണോ പുറത്തു വരാൻ പോകുന്നത്? അറിയാൻ അടുത്ത ഭാഗം കേൾക്കുക. ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹകരിക്കണേ.